ഇവിടെ ആരുമില്ലേ? പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? ഇവിടെ ആരുമില്ലേ? വീട് വാടകയ്ക്ക് കൊടുക്കുന്നു കേട്ടു. ശരിയാണോന്നറിയാമെന്നാ. ശരിയല്ല. നമ്മളാരാ? എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്നോ? ഈ വീട് അടിച്ചു വരാനും സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് നിയമിച്ചുള്ള ചെല്ലപ്പനല്ലേ, അയാളോടില്ലേ? എന്താ കാര്യം? അല്ല, അയക്കൊരല്പം കാശ് കിട്ടുന്ന കാര്യമാ. അയ്യോ, ഞാൻ തന്നെയാണ് സാർ ചെല്ലപ്പൻ. സാർ അകത്തോട്ട് വരണം. പറഞ്ഞോ സാർ, പറഞ്ഞോ. ഞാൻ തന്നെയാണ് ചെല്ലപ്പൻ സാറിന് വിശ്വാസം വരുന്നില്ലേ? ഓ, അത് ശരി. ഇത് വിശ്വരൂപം, നേരത്തെ കണ്ടത് അവതാരം. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? നമ്മുടെ കിഷൻ പറഞ്ഞ പോലെ സർവവിശ്വാസന ഛായ സംഭവാമി യുഗേ. ഇരുന്നാട്ടെ, ഒരു 100 ഒഴിക്കട്ടാ? വേണ്ട, എന്നാ ഞാൻ ഒഴിച്ചോട്ടെ. വെള്ളം ഒഴിക്കത്തേ ഇല്ലേ? മുതലാളി അതിഥികളെ സൽക്കരിക്കാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന. മുതലാളി വന്നിട്ട് വേണ്ടേ അതിഥികൾ വരാൻ. ഓ, പിന്നെ ഇതിവിടെ ഇരുന്ന് പുളിച്ചു പോകുമല്ലോ എന്ന് കരുതി ഞാൻ സ്വപ്പം സ്മാൾ അടിക്കും. കണക്കിന് വെള്ളം ഒഴിച്ചങ്ങ് വെക്കുകയും ചെയ്യും. അങ്ങനെ ആയി ഇപ്പൊ ഇതിന് വെള്ളം മാത്രമേ ഉള്ളൂ, മദ്യമില്ല. പിന്നെന്തിനാ ഞാൻ വെള്ളം ചേർക്കുന്നത്? ചെല്ലപ്പൻ ആള് കൊള്ളാമല്ലോ. ഓ, അതൊന്നും അല്ല സാർ. സാറിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി. അപ്പൊ ഞാനും അത്ര മോശമല്ല എന്ന് പറഞ്ഞതാ. സാർ എനിക്കെന്തോ കുറച്ച് കാശ് കിട്ടാനുള്ള കാര്യം പറഞ്ഞല്ലോ സാർ. എന്താ? ചെല്ലപ്പനോട് ഒറ്റയ്ക്കല്ലേ താമസം? അതെ. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഇത്രയും വലിയ പണക്കാരനായിട്ടും ഇപ്പോഴും പഴയ നാട്ടും പുറത്തുകാരന്റെ സ്വഭാവമാണ്. കണക്കെല്ലാം കൊണ്ട് മാനേജർമാർ അങ്ങോട്ട് ചെന്നോളൂ. പിന്നെ എനിക്ക് ശമ്പളം തരാൻ വേണ്ടി ഇത്രയും കെട്ടിയിട്ടിരിക്കുന്നു. പിന്നെ ഈ ശമ്പളത്തിന് പുറമെ ഒരല്പം കിമ്പളം കൂടെ കിട്ടുന്നതിനെ പറ്റി ചെല്ലപ്പന്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായമാ. ഏതായാലും ഇതിരിക്കട്ടെ. കള്ളന് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് അറിയാം, കള്ളന്റെ തന്തയ്ക്ക് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് ഞാനിപ്പോഴാ അറിയുന്നത്. അപ്പോ നാളെ മുതൽ രാമുണ്ണിമേനോന്റെ മോനോട് താമസിക്കാൻ വരുന്നു. അയ്യോ, അതായത് ഞാൻ വൃദ്ധദമ്പതികളെ വധിച്ചത് ധനമോഹത്താൽ വേലക്കാരൻ അറസ്റ്റിൽ. കേട്ടോടി, ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഇവിടുത്തെ ജോലികളെല്ലാം നീ തന്നെ എടുത്താൽ മതി, വേലക്കാരനെ വേലക്കാരത്തെ നിർത്തണ്ടെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞേ? എന്റെ പിച്ചുക്കാന്നല്ലേ? ഇപ്പൊ കണ്ടോ, പിടിച്ചു നിർത്തിക്കോ 2 എണ്ണത്തിന്. കാലത്ത് എണീച്ച് നോക്കുമ്പോ തല കാണില്ല. അല്ലേലും തലയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. അല്ല, തല പോണെങ്കിൽ പോട്ടെ, അതുമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ് പോയാലോ? ദേ മോൻ വന്നു. ഇറങ്ങിപ്പോങ്ങിന്റെ സ്പീഡ് കണ്ടപ്പോ ഞാൻ കരുതി ഇനി ഈ ജമ്മ ഇങ്ങോട്ടില്ലാന്ന്. ഇപ്പോഴത്തെ തിരിച്ചുവരവിന്റെ ഉദ്ദേശം എന്താണാവോ? പണം വേണമായിരിക്കും അല്ലേ? തരില്ല. എനിക്ക് വേണ്ടായേ, കാശ് കിട്ടി. ഞാനൊരു ബിസിനസ് തുടങ്ങി. എന്ത് ബിസിനസ്സാ മോനെ? ഇലക്ട്രിക്കൽ ഗുഡ്സ്, ക്രോക്കറീസ്, റെക്കോർഡ്സ് എല്ലാം ചേർത്ത് ഒരു വലിയ ഷോറൂം. അപ്പൊ കാശ് കുറെ ആയി കാണുമല്ലോ. കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപയായി. കുറച്ച് ബാങ്ക് ലോണിനുള്ള വഴി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിനക്ക് എവിടെ നിന്നാണ് ഈ 1.5 ലക്ഷം രൂപ? അച്ഛൻ പറഞ്ഞെന്ന വഴി കൂടെ തന്നെ ഉണ്ടാക്കിയത്. വഴി കാണിച്ചു തന്നതിന് നന്ദി പറയാൻ വേണ്ടി വന്ന. ഇപ്പം ഞാൻ കാണിച്ച വഴിയോ? ഏത് വഴി? മോഷ്ടിക്കാൻ പറഞ്ഞില്ലേ? മോഷ്ടിച്ചു. ഒരിടത്ത് കുറച്ച് കാശ് ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞു. രാത്രി തന്നെ അവിടെ വലിഞ്ഞു കയറി. ഭാര്യയും ഭർത്താവും നല്ല ഉറക്കമായിരുന്നു. തലേന്റെ അടിയിൽ നിന്ന് താക്കോലെടുത്തു, സേഫ് തുറന്നു, കാശെടുത്തു. തലേന്റെ അടിയിൽ തന്നെ താക്കോല് വെക്കുകയും ചെയ്തു. അവര് നിന്റെ പേര് കേസ് കൊടുത്ത് കാണും. അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അറിയാൻ പോകുന്നേ ഉള്ളൂ. എവിടെന്നാ മോനെ നീ മോട്ടിച്ചത്? ഇവിടുന്ന് തന്നെ. ആ തെക്കേ പറമ്പ് വിറ്റ 1.5 ലക്ഷം രൂപ സേഫ് വെച്ച് പൂട്ടിയിരുന്നില്ലേ, അത് തന്നെ. സ്വന്തം തന്തയുടെ തലയിൽ തന്നെ ചവിട്ടിയിലോടാ സാമദ്രോഹി. മര്യാദയ്ക്ക് ചോദിച്ചപ്പോ തരത്തില്ല. പോയി മോഷ്ടിക്കാൻ പറഞ്ഞു. അച്ഛൻ അറിയാലോ,
അച്ഛൻ പറയുന്ന അച്ഛനം പ്രതി അനുസരിക്കുന്ന മോനെ ഈ ഗോപാലകൃഷ്ണൻ. നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിലാക്കും. ഓ പോലീസിനെ വേഗം വിളിച്ചാട്ട്. കണക്കില്ലാതെ ഇൻകം ടാക്സ് വെട്ടിച്ച കാശല്ലേ ഇത്? പോലീസ് വേട്ടെ ഞാൻ പറയും. ഇനി എവിടെല്ലാം എത്രയെല്ലാം കാശ് പൂഴ്ത്തി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാത്തിന്റെ ലിസ്റ്റ് എന്റെ ഉണ്ട്. എന്നിട്ട് നമുക്ക് രണ്ടു കൂടെ ഒരുമിച്ച് ജയിലിപ്പാം. എടി കല്യാണി, എടി സത്യം പറഞ്ഞോ, ഇവൻ ആരുടെ മോനാ? എന്റെ മോൻ തന്നെയാണോ? ഇപ്പഴാ എനിക്ക് തീർച്ചയായത് ഇവൻ നിങ്ങളുടെ മോൻ തന്നെയാണെന്ന്. ഇല്ലെങ്കിൽ ഇത്രയും കുരുത്തക്കിടവൻ ചെയ്യത്തില്ല. എന്റെ മാട്ടേക്കാട്ടമ്മേ, ഈ ബുദ്ധി തോന്നിച്ച നേരത്തിന് ചന്തയിൽ പോയി ഒരു കോഴിമുട്ട വാങ്ങിച്ച് വിരിയാൻ വച്ചിരുന്നെങ്കിൽ ആ മുട്ട വിരിഞ്ഞു കോഴിയായി, അത് പിന്നെയും മുട്ടയിട്ട് അതും വിരിഞ്ഞു കോഴികളായി, അങ്ങനെ വിരിയുന്ന കോഴികളെല്ലാം മുട്ടയിടാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ എന്തുമാത്രം കാശ് സമ്പാദിച്ചേനെ. പക്ഷെ ഒരു കുഴപ്പമുണ്ടച്ചാ, ഈ ആദ്യത്തെ മുട്ട വിരിയുന്നത് പൂവൻ കോഴിയാണെങ്കിലോ തെണ്ടിയോ? ആ അതാണല്ലോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ 1.5 ലക്ഷം രൂപ എന്റെ സേഫിനകത്ത് ഇരിക്കുമായിരുന്നല്ലോ. എന്റെ പൊന്നു മോനല്ലേ, എന്റെ പൊന്നു ഗോപാലകൃഷ്ണ, അച്ഛന്റെ കാശ് കൊണ്ട് മടക്കിത്താ. നിന്റെ ഈ പ്രായത്തിന് നിനക്കൊരു 100 രൂപയുടെ ബിസിനസ് ചെയ്താൽ പോരെ മോനെ? ഇപ്പോഴേ സൗകര്യമില്ല. തീർച്ചയാണോ? തീർച്ചയാ. ഭയരപ്പാളി എറണാ മണിക്ക് കൊടുത്തു. പോകാൻ തന്നെ വന്നത്. പിന്നെ ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് പോകാന്ന് എഴുതി. ഗുഡ് ബൈ. ആ അങ്ങനെ തന്നെ. ആ എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. താനാണോ ഈ ഇടിയൻ ലംബോദരൻ? ആ അതെ. അല്ല, തനിക്ക് ഈ പേര് കിട്ടിയത് ഇടി കൊണ്ടിട്ടാണോ അതോ ഇടി കൊടുത്തിട്ടാണോ? ഇടി കൊണ്ടിട്ടാണെന്ന് നാട്ടാര് പറയും. അത് അസൂയ. സത്യം പറഞ്ഞ എന്റെ ഇടി കൊണ്ടിട്ടുള്ളവന്മാർ എന്നെ പറ്റി പറഞ്ഞുകൊണ്ട് കിടക്കുന്ന പരദൂഷണമാണ് ഇതൊക്കെ. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ പറയുന്ന ആരെയും താൻ ഇടിക്കും. ഇടിക്കും ഇടിക്കും, വേണ്ടി വന്നാൽ തന്നെ ഇടിക്കും. ആ. മല്ലികേ, ഇവിടെ വാ. ഇവിടെ വരാൻ ആരാടി നിന്റെ കൂടെ കണ്ട ആ പൂവാലം ചെറുക്കൻ? ആരുമില്ല. എടി സത്യം പറഞ്ഞോ, കൊല്ലും ഞാൻ. അത് ഹരി, ഏത് കരി? രാമുണ്ണി മേനോന്റെ മകൻ. ഏ, നമ്മുടെ രേവതി കമ്പനികളുടെ രാമുണ്ണി മേനോനോ? അതെ. അമ്പടാ, അവൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. നിങ്ങളോ ചോദിച്ചത്? കൊല്ലും ഞാൻ. പറഞ്ഞു. ഗുരുവായൂരപ്പ, രക്ഷപ്പെട്ടു. ഇപ്പഴാ നീ എന്റെ മോളായത്. നീ പിടിച്ച പുളിങ്കൊമ്പിലെ പിടിക്കുമെന്ന് എനിക്ക് അറിയാവടി പിടുക്കി. ദൈവമേ. ചെല്ലപ്പാ, ചെല്ലപ്പാ, തേങ്ങ വന്നിരിക്കുന്നു. പേട്ട തേങ്ങ കൊണ്ടുപോകാൻ പറയണം. തന്റെ നല്ല തേങ്ങ ഞാൻ വാങ്ങിച്ചു തരാം. നല്ല തേങ്ങ കൂന്നപ്പിള്ള. അയ്യോ, പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. സംഗതി അൽകുൽത്താക്കരുത്. എല്ലാം പറഞ്ഞ പോലെ. ഏ ഹലോ മിസ്റ്റർ ഹരി ഇല്ലേ? ഹലോ, 6 ലക്ഷം രൂപയല്ലേ? ആ അത് വേണ്ട, എന്റെ പേര് ഡ്രാഫ്റ്റ് എടുത്തിങ് അയച്ചാ മതി. ബോംബെ എന്നുള്ള 7 ലക്ഷം. അതെ, അച്ഛന്റെ പേരിലെങ്കിൽ ചെയ്താ മതി. ബെൻസ് വേണം, ഉടനെ കിട്ടണം. ആ ഈ അംബാസഡർ കാറിലൊന്ന് യാത്ര ചെയ്യാൻ വയ്യെന്നേ. അതേന്നേ, ഞാൻ ബെൻസ് കാറിന്റെ കാര്യം തന്നെ പറഞ്ഞത്. അത് ഉടനെ അങ്ങ് എത്തിക്കണം. ആ ശരി, വെക്കട്ടെ. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ മിസ്റ്റർ ഗോവിന്ദപിള്ള. തേങ്ങ ഗോവിന്ദപിള്ള. എന്തോന്നാടെ തേങ്ങ? മല്ലികയുടെ അച്ഛൻ. അയ്യോ അമ്മാവ, ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല അമ്മാവ, ക്ഷമിക്കണം. സാരമില്ല, ഇനിയല്ലേ അറിയാൻ പോകുന്നത്. മല്ലിക എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഉടനെ പോയി കല്യാണം നിശ്ചയിക്കാൻ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഞങ്ങള് കൊല്ലും കൊലയും നടത്തിയ കുടുംബക്കാരാ. നേരെ വാ, നേരെ പോ. അല്ല, നമുക്കിനി എന്ന് കല്യാണം നടത്താം? എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ എന്റെ ഒരു. അല്ല, അതിനു മുൻപ് അച്ഛനെയും അമ്മയും അറിയിക്കണ്ടേ? അവിടെ ആയി കുഴപ്പം. അച്ഛനും അമ്മയും കൂടെ വന്നിട്ടേ എന്നെ ഈ ടാറ്റായുടെയും ബെർളയുടെയും മാതിരിയുള്ള ഏതെങ്കിലും കുടുംബത്തിൽ കെട്ടിക്കണമെന്നും പറഞ്ഞ് നടക്കുക. ജാതകം തന്നെ കൊണ്ടുപോയിരിക്കുക. പക്ഷെ ഒരു കാര്യം, ഞാൻ മല്ലികയല്ലാതെ വേറെ ആരെയും ഈ ജീവിതത്തിൽ കല്യാണം കഴിക്കത്തില്ല. ഒരൊറ്റ നിർബന്ധമാണ്. അപ്പോ ഇനി എന്തോ ചെയ്യും?
ഓ ഇനിയിപ്പോ എന്തോ ചെയ്യാനാ, എത്രയും പെട്ടെന്ന് കല്യാണം അങ്ങ് നടത്തണം. അപ്പോ അച്ഛനറിഞ്ഞാലോ? കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ എന്തോ ചെയ്യാനാ? ഇനി അഥവാ ചെയ്താൽ തന്നെ സാറിന്റെ ഷെയർ മാത്രം 1 കോടി രൂപയുണ്ട്, അറിയോ? അല്ലേലും കല്യാണം കഴിഞ്ഞാൽ എത്ര എതിർപ്പുണ്ടെങ്കിലും സഹിച്ചല്ലേ പറ്റൂ. പിന്നെ നിങ്ങളെ അങ്ങ് സ്വീകരിക്കും. ഞാനാണേലും അത്രേ ചെയ്യൂ. അല്ല, അല്ലേലും ആ ഒരു ധൈര്യത്തിലാ ഞാനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ഉം? അപ്പോ നാളെ തന്നെ നിശ്ചയവും മോതിരം മാറ്റവും നടത്താം. നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണവും നടത്താം. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആളുകൾ അറിഞ്ഞാ മതി. ആ മിക്കവാറും അവസാനമേ എല്ലാം അറിയത്തുള്ളൂ. പക്ഷെ ചില ചില്ലറ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. അതൊന്നും സാരമില്ലെന്നേ. ഉം. എല്ലാം പെട്ടെന്ന് ആറി തണുത്തോളൂ. അമ്മാവന് തീർച്ചയാണോ? ഷുഗർ ഷുഗർ. നമ്മൾ ഈ ആഴ്ചയിലൊരിക്കൽ ഫയലും കണക്കും കെട്ടിപ്പറക്കി മേനോൻ അദ്ദേഹത്തിന് കാണാൻ പോകുന്നതിന് എന്താ ചെലവെന്ന് നിനക്കറിയോ? വണ്ടിക്കൂലി, വള്ളക്കൂലി, യാത്ര ചെലവ് എല്ലാം ചേർന്ന് 100 രൂപയെങ്കിലും ആവും. പിന്നെ പോവാതെ പറ്റൂ? അങ്ങേരെ കണക്കപ്പിള്ളിയും കാര്യസ്ഥനും വക്കീലും ഒക്കെ നിങ്ങളല്ലേ? അങ്ങേര് സിറ്റിയിലോട്ട് വന്ന് താമസിച്ചാൽ നമുക്ക് മാസം 400 രൂപ ലാഭ. നമുക്കൊന്ന് സ്ക്രൂ മുറുക്കി നോക്കാം. ഇനി ബിസിനസ് മുഴുവനും പൊളിഞ്ഞ് 8 ഫാക്ടറി ഒരുമിച്ച് അടച്ചാലും മേനോനദ്യം നടുമുറം വിടില്ല. 400 രൂപ നമുക്ക് ലാഭം കിട്ടിയാൽ 200 രൂപയുടെ ഒരു സാരി ഞാൻ നിനക്ക് മേടിച്ചു തരും. ദേ ആ. നിങ്ങൾ പറഞ്ഞത് കാര്യമാണോ? ആ. സാരി വരുമോ? അതോ കാര്യം കഴിയുമ്പോ വാക്ക് മാറുമോ? എടി മണ്ടി, 12 കാലം ഈ ശങ്കരൻകുട്ടിയുടെ കൂടെ കിടന്നിട്ടും നിനക്ക് എന്നെ വിശ്വാസമായില്ല അല്ലേ? ഇല്ലഞ്ഞിട്ടല്ലേ എടുത്തു ചോദിച്ചത്. കൈയടിച്ച് സത്യം ചെയ്യാമെങ്കിൽ ഞാൻ ഏറ്റു. നിന്റെ അച്ഛനാണ് നിനക്കൊരു സാരി ഞാൻ മേടിച്ചു തരും. ശരി. ചെമ്പേ പാടിയതാ മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി. എനിക്ക് ഈ ദീക്ഷയും ദാടിയും മീശയും ഒന്നും കേക്കണ്ട. നേരം വെളുത്തപ്പോ തൊട്ട് ഈ നിലവിളി കേൾക്കാൻ തുടങ്ങിയതാ. ദേ വക്കീൽ ശങ്കരപ്പിളച്ചിട്ട് വന്നിരിക്കുന്നു. ആ? അയ്യയ്യയ്യയ്യോ, ദാ കാണുന്നിടത്തൊക്കെ തുപ്പി വെക്കുക. നമസ്കാരം. കണക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാന് ചെമ്പയുമായിട്ട് അല്പം കേട്ടിട്ടില്ലേ? ചെമ്പൈ വൈദ്യനാഥ. കൊള്ളാം, അദ്ദേഹം വലിയൊരു മനുഷ്യനല്ലേ? വിവരമുള്ളവർക്കുള്ളതാണ് ഇതൊക്കെ, അല്ലാതെ തന്നെ പോലെ വിവരമില്ലാത്തവർക്കുള്ളതല്ല. വിവരമുള്ളവർക്ക് വിവരമുള്ളവരെ കുറിച്ച് അറിയൂ. അല്ല, അതിപ്പോ രേവതിയമ്മ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമാവില്ല. ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് കളിച്ചാല് ലോകത്തിന്റെ ഗതിവഗതികൾ മനസ്സിലാകില്ല. അതുകൂടെ പറയാനാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്താ മനസ്സിലായില്ല? മേനോൻ അദ്ദേഹത്തിനും രേവതി അമ്മയ്ക്കും കൂടെ 2 മക്കളല്ലേ ഉള്ളൂ? എന്റെ അറിവില് അത്രേ ഉള്ളൂ. അവര് 2 പേരും ബോംബെയിലല്ലേ പഠിക്കുന്നത്? മോളും മോനും ബോംബെയിൽ കോളേജിൽ പഠിക്കുക. അതെന്താ അവിടെ അയച്ചത്? ഇപ്പോ നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലേ, മരിക്കുന്നവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവും. പക്ഷെ കുട്ടികളുടെ കാര്യം അങ്ങനെയാണോ? ഇന്നത്തെ പരിഷ്കാരത്തിനൊത്ത് വളർന്നില്ല വെച്ചാൽ നാളത്തെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാവും. ഇപ്പൊ പരിഷ്കാരിയായിട്ടുള്ള ഭാര്യയാണ് വരുന്നത് വെച്ചാൽ എന്റെ മോന്റെ കാര്യം കുഴപ്പത്തിലായി. പരിഷ്കാരിയായിട്ടുള്ള ഭർത്താവാണ് വരുന്നത് വെച്ചാൽ എന്റെ മോളുടെ കാര്യം കുഴപ്പത്തിലായി. അപ്പൊ അവര് മോഡേൺ ആയിട്ട് വളരട്ടെ എന്ന് തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. ഇതുപോലെ പാറ്റ്നയിൽ അയച്ച് പഠിപ്പിച്ചതാ നമ്മുടെ ചേരിയിലെ കൃഷ്ണക്കൈമളുടെ മകൻ വിജയനെ. എന്നിട്ട് എന്തായി? അവൻ പഠിച്ച് സായിപ്പായി മടങ്ങി വന്നപ്പോഴും കൃഷ്ണക്കൈമൾ പഴയ കൃഷ്ണക്കൈമൾ തന്നെ. എന്നിട്ട് എന്ത് പറ്റി? യു ബ്ലഡി ഫാദർ കൺട്രി എന്ന് വിളിച്ച് ഒരൊറ്റ പോക്ക. പിന്നെ മരിക്കുന്നത് വരെ കൃഷ്ണക്കൈമളും വിജയനായിട്ട് കണ്ടിട്ടില്ല. എന്റെ ദൈവമേ, എന്റെ മക്കളെങ്ങാനും നമ്മള് കൺട്രിയാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയാ ഞാൻ അന്ന് മരിക്കും. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യമായിട്ട് പറയുന്നു, നമുക്ക് സിറ്റി ചെന്നൊന്ന് താമസിക്കാന്നേ. ഒന്നുമില്ലെങ്കിലും സിറ്റിയിൽ നിന്ന് വരുന്ന പിള്ളേർ ഇവിടെ വരുമ്പോ അവർ എങ്ങനെയാണ് പെരുമാറുന്നത് നമുക്ക് മനസ്സിലായിക്കൂടെ? നമുക്ക് 1 മാസം ചെന്ന് താമസിക്കാന്നേ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാൻ വെറുതെ ഇരിക്കാം. അല്ല, ഞാനൊരു വിടുവായി പറഞ്ഞെന്നുള്ളൂ. അതിനൊരു കുടുംബകലഹം ഉണ്ടാവട്ടെ. ആലോചിക്കാം, സമയമുണ്ടല്ലോ. ആലോചിക്കാം, നമുക്ക് ആലോചിക്കാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. കണക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇപ്പൊ പുറപ്പെട്ടാൽ സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങ് എത്താം അല്ലേ?
സന്ധ്യ കഴിയും. എനിക്ക് ആ നടുവേദന ഇതേവരെ മാറിയിട്ടില്ല. അലോപ്പതി വിട്ട് ആയുർവേദമാക്കിയാൽ എന്താന്ന് ഇങ്ങനെ ഒരു ആലോചന. ഗുളികയാണെങ്കിൽ ഒരു പടി കഴിച്ചു, ഒരു പ്രയോജനമില്ല. നമ്മൾ നേരത്തെ ഒരു വൈദ്യരുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഏത് വൈദ്യര്? പിന്നെ ചെമ്പു വൈദ്യരോ ഒരു വൈദ്യരുടെ കാര്യം നേരത്തെ പറഞ്ഞു. വക്കീലെ, തനിക്ക് കുറച്ച് വിവരമുണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവത പാട്ടുകാരനാ, വല്ല ഗന്ധം ഉണ്ടോ? എന്നാ ഇനി ഞാൻ സമയം കളയുന്നില്ല. എടോ വരിക. ചടങ്ങൊക്കെ തീർന്നു, ഇനി എണീക്കാം. ഭംഗിയായി തീർന്നു പറയടോ. ഓ, ഭംഗിയായി തീർന്നു, എണീക്കാം. ഓക്കേ. അടുത്ത മാസത്തിൽ നല്ലൊരു മുഹൂർത്തമുണ്ട്. അതിന് ഈ കല്യാണം നടത്താമെന്നാണ് ജ്യോത്സ്യർ പറയുന്നത്. അല്ലേ ജ്യോത്സ്യരെ? ഓ അതെ. വേറൊരു കാര്യം പറഞ്ഞേക്കാം, സംഗതി എല്ലാം കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ എന്റെ കൈ വെറുതെ മെനക്കെടുത്തരുത്. വേഗം കുറിച്ച് കൊടുക്കും ജോലിസരെ, ഇല്ലെങ്കിൽ ഇടി പാഴ്സൽ. ഇങ്ങോട്ട് വന്നേ. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു. ഒരു അമ്മാവനെന്ന നിലയിൽ എനിക്ക് മോനോട് ചില കടപ്പാടുകളൊക്കെ ഉണ്ട്. ഏതായാലും ഉടനെ ഇതങ്ങ് നടത്തണം. അടുത്ത മാസം അച്ഛനിങ്ങ് വരും, വന്നാ പിന്നെ ഒന്നും നടക്കത്തില്ല. ഓക്കെ? ഓ അതൊക്കെ ഓക്കെ. എവിടെ പോയി തൊലഞ്ഞ എന്താ? എന്നാ പണിയായി കാണിച്ച്? ബാങ്കിൽ അന്വേഷിച്ചു കണ്ടില്ല, ബാറിൽ അന്വേഷിച്ചു കണ്ടില്ല. നീ ആ ഗോപാലകൃഷ്ണനെ കണ്ടോ? അവനൊരു പെക്ക് വാങ്ങിച്ചു തരാന്ന് പറയണ്ട, ഞാൻ മെനക്കെട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഗോപാലകൃഷ്ണൻ പരമേശ്വരനൊന്നും കണ്ടില്ല. കയ്യിലായിരിക്കുന്നല്ലോ ജുബയൊക്കെ. എവിടുന്നാ? ഇതെല്ലാം കിളവന്റെ. ഇന്ന് ദേശം മുടങ്ങി പെട്ടിക്കകത്ത് കയറ്റണം. അതെന്താ? ആ കിളവനും കിളവിയും വരുന്നുണ്ട്. ആരെ? എന്റെ യജമാനും പത്നിയും. നീ- അയ്യോ, ഹരിച്ചേട്ടാ, ഹരിച്ചേട്ടാ, ആകെ ചളമായാലും ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. എന്തോന്ന്? ആ കിഴവ മേനോന് ആനയെ അമ്പാരി ആറും പുഴയും കാണാതെ ഒറ്റ ദിവസം ഉറക്കം വരൂല. കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ടങ്ങ് പോവും, കൂടിപ്പോയാ ഒരാഴ്ച. ഈ സമയം കൊണ്ട് ചേട്ടൻ ഒരു ചുറ്റി ചുറ്റിട്ട് ഇങ്ങോട്ട് വന്നാ സംഗതി ഓക്കെ. ആ തേങ്ങയോട് എന്തു പറയും? എന്തോന്ന് തേങ്ങ? ചേട്ടൻ ബിസിനസ് ടൂറിന് പോവാണ്, ഒരാഴ്ച കഴിഞ്ഞാൽ വരുള്ളൂ എന്ന് പറയണം. ഈ നാട് ചുറ്റിട്ട് വാന്നൊക്കെ പറഞ്ഞ ചെലവുള്ള കാര്യമാണ്. ഇപ്പൊ തന്നെ ഈ സ്റ്റൈലൊക്കെ കാണിച്ച് കാണിച്ച് കഴുത്തട്ടം കടത്തില്ല. എന്നാലൊരു കാര്യം ചെയ്യും, ആ ചേട്ടൻ എവിടെങ്കിലും ഒരാഴ്ച പോയി ഒന്ന് ഒളിച്ച് താമസിക്കും. ഉം. ചെറിയ ലോഡ്ജില്. പുറത്തിറങ്ങുവോ ആരും കാണുകയോ ചെയ്യരുത്. എന്റെ പിഴപ്പ് വെള്ളത്തിലാവും. ചോ, അതും ചെലവുള്ള കാര്യമാ. ചേട്ടാ, ഉം. ഒപ്പിക്കാം. മല്ലികയിട്ട മോതിരമുണ്ട്, അത് പണയം വെച്ചേക്കാം. ആ വിറ്റോ പറക്കോ എന്ത് വേണേലും ചെയ്യും. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. തേങ്ങയോട് ഫോൺ ചെയ്ത് വിവരം പറയാം.